الحمد لله رب العالمين. نحمد الله سبحانه وتعالى ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي النبي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعاذني الله وإياكم من النار. ألا لا إيمان لمن لا أمانة له، ولا دين لمن لا عهد له. عباد الله، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. من عمل صالحا من ذكر أو أنثى وهو مؤمن فلنحيينه حياة طيبة ولنجزينهم أجرهم بأحسن ما كانوا يعملون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പരമാവധി പാലിച്ച് ജീവിക്കുന്നതിലൂടെ മാത്രമാണ് മനുഷ്യന് അവന്റെ ഇഹപര ജീവിതങ്ങളിൽ യഥാർത്ഥ വിജയവും സന്തോഷവും നേടിയെടുക്കാൻ കഴിയുക എന്ന് മനസ്സിലാക്കി അള്ളാഹുവിനെ അനുസരിച്ചും അവന് വിധേയപ്പെട്ടും അവന് ജീവിതം സമർപ്പിച്ചും തഖ്വയോടെ ജീവിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കാരുണ്യവാനായ നാഥൻ ജീവിതത്തിൽ തഖ്വ പുലർത്താനും അതുവഴി അവൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദുനിയാവിലെ ജീവിതത്തിൽ അനുഭവിക്കാനും ആസ്വദിക്കാനും പരലോകത്ത് സ്വർഗം പ്രതിഫലമായി ഏറ്റുവാങ്ങാനും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യാസന്താനങ്ങളെയും ഗുരുനാഥന്മാരെയും നമുക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും പ്രത്യേകമായി തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവിതത്തിന്റെ വിവിധങ്ങളായ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് കാരുണ്യവാനായ നാഥനോട് നിരന്തരമായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകൾ അവൻ കബൂൽ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. 2 ദിവസങ്ങൾക്ക് ശേഷം തിങ്കളാഴ്ച ഒരു വലിയ പെരുന്നാൾ
ഒരു വലിയ പെരുന്നാൾ കടന്നു വരികയാണ്. പെരുന്നാളുകൾ ഇസ്ലാമിൽ ഒരാഘോഷമാണ് എന്നതുപോലെ വളരെ പ്രധാനപ്പെട്ട അനുഷ്ഠാനവുമാണ്. അടിസ്ഥാനപരമായി സന്തോഷപ്രകടനത്തിന്റെയും ആഹ്ലാദ പ്രകടനത്തിന്റെയും സവിശേഷമായ സന്ദർഭമാണ് പെരുന്നാൾ എന്ന് പറയുന്നത്. ആ പെരുന്നാളിലേക്ക് സൽക്കർമ്മങ്ങളുടെ അല്ലെങ്കിൽ നന്മകളുടെ ഒരു മഹാസീസണിലൂടെയാണ് വിശ്വാസികൾ കടന്നെത്തുന്നത്. ദുൽഹജ്ജ് 1 തുടങ്ങുന്ന ഈ ഭൂമിയിലെ ഏറ്റവും മഹത്തായ ദിനങ്ങൾ, ഈ ഭൂമിയിൽ അള്ളാഹുവിന് സൽക്കർമ്മങ്ങൾ ഏറ്റവുമധികം ഇഷ്ടപ്പെടുന്ന ദിനങ്ങൾ, അങ്ങനെയുള്ള ദിനങ്ങളുടെ ഒരു മഹാസീസൺ ദുൽഹജ്ജ് 1 ആരംഭിച്ചിരിക്കുകയാണ്. ദുൽഹജ്ജ് 1 ആരംഭിച്ച ആ സീസണെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനുള്ള വിശ്വാസികളുടെ പരിശ്രമങ്ങൾ ഓരോ ദിവസം കഴിയും തോറും മുറുകി ഒടുവിൽ അറഫാ ദിനത്തിലേക്കെത്തുമ്പോൾ, ദുൽഹജ്ജ് 9 സവിശേഷമായി നിയമമാക്കപ്പെട്ടിട്ടുള്ള, സുന്നത്താക്കപ്പെട്ടിട്ടുള്ള വ്രതാനുഷ്ഠാനത്തിലൂടെയും കടന്നുപോയി. പിന്നീട് ദുൽഹജ്ജ് 10 അന്ന് ആഘോഷപൂർവം ജീവിതത്തിൽ അനുഗ്രഹങ്ങളും വിഭവങ്ങളും സന്തോഷത്തിനും ആഹ്ലാദത്തിനുമുള്ള സന്ദർഭങ്ങളും ഒരുക്കിത്തന്ന, ധാരാളമായി ഒരുക്കിത്തന്ന, അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ട് ബലിയർപ്പണം നടത്തി ആഘോഷപൂർവം കൊണ്ടാടുന്നതാണ് ബലിപെരുന്നാൾ എന്ന് പറയുന്നത്. ഇസ്ലാമിക ചരിത്രത്തിൽ ഹിജ്റയുടെ 2-ാം വർഷം മുതലാണ് പെരുന്നാളുകൾ ആഘോഷിക്കപ്പെട്ടു തുടങ്ങിയത് എന്നതാണ് പ്രബലമായ അഭിപ്രായം. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് ഹിജ്റ ചെയ്ത് മദീനയിലെത്തിയ ഏതാണ്ട് ആദ്യഘട്ടം മുതൽ തന്നെയും പെരുന്നാൾ ആഘോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ. ആ പെരുന്നാളുകളെ കൊണ്ടാടേണ്ടതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടാടിയിട്ടുണ്ട്. ഒരു പെരുന്നാൾ ദിവസം റസൂൽ ജീവിക്കുന്ന മദീനയിൽ പെരുന്നാൾ ആഘോഷങ്ങളുടെ നിറവിൽ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത് എന്ന കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറയിൽ നിന്ന്, ജീവചരിത്രത്തിൽ നിന്ന്, ഹദീസുകളിൽ നിന്ന് ഒക്കെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെയുള്ള പെരുന്നാളുകളിൽ ഒരു പെരുന്നാൾ ദിവസത്തിലാണ് മദീനയിൽ വളരെ ആഹ്ലാദകരമായ, വളരെ സന്തോഷകരമായ പെരുന്നാൾ ആഘോഷങ്ങൾ, അവക്കുള്ള മുന്നൊരുക്കങ്ങൾ, ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. ആ ആഘോഷങ്ങളുടെ നിറവിന്റെ സൂചനകൾ ലഭിക്കുന്ന മഹദി ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒരു റിപ്പോർട്ട് ഇങ്ങനെയാണ്: ദഖല അലയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ അടുത്തേക്ക്, അഥവാ എന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. വഇന്ദി ജാരിയതാനി തുഗന്നിയാനി ബിഗിനാഇ യൗമി ബുആസ്. മദീനയുടെ ചരിത്രത്തിൽ
ഇസ്ലാം വരുന്നതിന് മുമ്പ് കടുത്ത ശത്രുതയിലായിരുന്ന ഔസ് ഖസ്റജ് ഗോത്രങ്ങൾ തമ്മിൽ ദീർഘമായ 120 വർഷക്കാലം നിലനിന്ന യുദ്ധമാണ് ബുആസ് യുദ്ധം എന്ന് പറയുന്നത്. ആ യുദ്ധ സന്ദർഭങ്ങളിൽ പടയാളികളെ ആവേശം കൊള്ളിക്കുന്നതിനു വേണ്ടി ചൊല്ലിയിരുന്ന പാട്ടുകൾ, അതിനുവേണ്ടി രചിക്കപ്പെട്ട വരികൾ, ആ വരികൾ ഗാനമായി ആലപിച്ചുകൊണ്ട് എന്റെ വീട്ടിൽ 2 പെൺകുട്ടികൾ പാട്ടുക പാടിക്കൊണ്ടിരുന്നു. റസൂല് കടന്നു വരുന്ന സന്ദർഭത്തിൽ റസൂല് വീട്ടിലേക്ക് കടന്നു വന്നു. റസൂൽ ഇതൊക്കെ കാണുന്നുണ്ട്. ഫൽതജ അലൽ ഫിറാശ് വഹവ്വല വജ്ഹഹു. കുറച്ചു നേരം റസൂല് ചെരിഞ്ഞു കിടന്ന് അതൊക്കെ കണ്ടു. പിന്നീട് റസൂല് കുറച്ചു കഴിഞ്ഞപ്പോ മുഖം മറുഭാഗത്തേക്ക് തിരിച്ചു കടന്നു. അതിനിടയിൽ വദഖല അബൂബക്കറിൻ ഫന്തഹറനി. അബൂബക്കർ ആ വീട്ടിലേക്ക് കടന്നു വന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ പിതാവാണ്. അപ്പൊ പെരുന്നാളിന്റെ ഒരു സന്ദർഭത്തിൽ മകളുടെ വീട്ടിലേക്ക് പിതാവ് വന്നിരിക്കുകയാണ്. അദ്ദേഹം വരുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. 2 പെൺകുട്ടികൾ റസൂലിന്റെ വീട്ടിൽ, റസൂലിന്റെ സന്നിധിയിൽ റസൂലിരിക്കെ പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു മകളെ ശാസിച്ചു, എന്ത് പണിയാണ് ചെയ്യുന്നത് എന്നല്ല, കുറച്ചു രൂക്ഷമായി മിസ്മാറു ശൈത്വാനി ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിന്റെ ചാരത്ത് പിശാചിന്റെ കുഴലൂത്തോ എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു. റസൂല് കിടന്നിടത്തു നിന്ന്, ചെരിഞ്ഞു കിടന്നിടത്തു നിന്ന് ഇപ്പുറത്തേക്ക് തിരിഞ്ഞ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ അഭിമുഖീകരിച്ചു. ഫഖാല ദഅഹുമാ. എന്നിട്ട് അബൂബക്കറിനോട് പറഞ്ഞു, അവരെ വിട്ടേക്കുക എന്ന് പറഞ്ഞാൽ അവരെ തടയേണ്ടതില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ ആ പാട്ട് തുടർന്നു. റസൂലിന്റെ വീട്ടിൽ റസൂലുണ്ടായിരിക്കെ ഫലമ്മാ ഗഫല ഗമസ്തുഹുമാ ഫഖറജത. കുറച്ചു കഴിഞ്ഞപ്പോ റസൂലിന്റെ ശ്രദ്ധ മറ്റു കാര്യങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഞാൻ അവരോട് കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുകയും അങ്ങനെ അവർ വീട്ടിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്തു എന്നതാണ്. എന്ന് പറഞ്ഞാൽ ആ ആഘോഷവേളയിൽ ആ പാട്ടുകൾ തുടരുന്നതിന് ഒരു വിലക്കുമുണ്ടായിരുന്നില്ല റസൂലിന്റെ സന്നിധിയിൽ. അത് തടയാൻ ശ്രമിച്ച അബൂബക്കറിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തടയുകയാണ് ചെയ്തത് എന്നതാണ്. ആ വീട്ടിൽ മാത്രമല്ല, ആ വീട്ടിൽ നിന്ന് അധികം വിദൂരമല്ലാതെ തൊട്ടടുത്ത് ആഘോഷങ്ങൾ മറ്റു സ്വഭാവത്തിൽ അതിന്റെ പൂർണ്ണ നിറവിൽ കൊണ്ടാടപ്പെടുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അനുസരിച്ച് മദീന പള്ളിക്ക് പുറത്ത് അതിന്റെ മൈതാനങ്ങളിൽ ഒന്നിൽ ഹബശക്കാരായ, അബിസീനിയക്കാരായ പുരുഷന്മാർ അവർ ആയുധം കൊണ്ട്, പരിച കൊണ്ട് ആയോധന കലകൾ പോലെയുള്ള അഭ്യാസ പ്രകടനങ്ങൾ കാണിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് തസ്തഹീന തൻദുരീൻ, നിനക്കത് കാണാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ അതേ എന്ന് മറുപടി പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയെ തന്റെ പിറകിലേക്ക് ചേർത്ത് നിർത്തി. ഹദീസിൽ വന്നിട്ടുള്ളത് ഖദ്ദി അലാ ഖദ്ദിഹി, എന്റെ കവിൾ റസൂലിന്റെ കവിളിനോട് ചേർന്ന് നിൽക്കും വിധം റസൂലിന്റെ പിറകിൽ നിന്ന് റസൂലിന്റെ തോളിലൂടെ പുറത്തേക്ക് തലയിട്ട് ഞാനത് നോക്കി നിന്നു. കുറെ സമയത്തെ കാഴ്ചയ്ക്ക് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിനക്ക് മതിയായോ എന്ന് ചോദിച്ചു. മതി എന്ന് പറഞ്ഞപ്പോൾ റസൂൽ എന്നോട് വീട്ടിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു എന്നതാണ്. ഇങ്ങനെ പാട്ടുകൊണ്ടും അഭ്യാസ പ്രകടനങ്ങൾ കൊണ്ടും മത്സരങ്ങൾ കൊണ്ടുമൊക്കെ വളരെ സജീവമായി വലിയ സന്തോഷത്തിൽ കൊണ്ടാടപ്പെട്ടതാണ് റസൂലിന്റെ കാലത്തെ പെരുന്നാൾ എന്നതാണ് ഇത് നൽകുന്ന സന്ദേശം. പക്ഷേ ഈ പെരുന്നാളിലേക്ക് വിശ്വാസികൾ കടന്നു വരുന്നത് 9 ദിവസക്കാലത്തെ വളരെ സജീവമായുള്ള സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ള പരിശ്രമങ്ങൾക്ക് ശേഷമാണ് എന്നതാണ് സവിശേഷത.
മാ മിൻ അയ്യാമിൻ അൽ അമലു സ്സാലിഹു അഹബ്ബു ഇലല്ലാഹി മിൻഹുന്ന ഫീ ഹാദിഹിൽ അയ്യാം. ഈ ദിവസങ്ങളെക്കാൾ അല്ലാഹുവിന് സൽക്കർമ്മങ്ങൾ പ്രിയങ്കരമാകുന്ന, ഇഷ്ടകരമാകുന്ന വേറെ ഏത് ദിവസങ്ങളുമില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ജിഹാദ് പോലും ജിഹാദിന്റെ പ്രതിഫലത്തെക്കാളും പ്രതിഫലം ലഭിക്കുന്ന സ്വഭാവത്തിൽ അള്ളാഹുവിന് സൽക്കർമ്മങ്ങളൊക്കെയും പ്രിയങ്കരമാകുന്ന ദിവസങ്ങളാണത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ സൽക്കർമ്മങ്ങളുടെ സുദിനങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സൽക്കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രാധാന്യമാണുള്ളത് എന്ന് ആലോചിച്ചാൽ, നമ്മൾ ഈ ഭൂമിയിൽ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ വേണ്ടി പടക്കപ്പെട്ടവരാണ്. നമ്മുടെ ജീവിതം ഒരു ബലിപെരുന്നാളിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് നിർബന്ധമായും തെളിഞ്ഞു വരുന്ന ചിത്രം ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടേതാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിതത്തിന്റെ പ്രത്യേകത, പരീക്ഷണങ്ങൾ നിറഞ്ഞ ഒരു ജീവിതത്തെ കരുത്തോടെ നേരിട്ട് അതിൽ വിജയം വരിച്ച് നല്ല ഒരു ജീവിതം ലോക ജനതയ്ക്ക് മുമ്പിൽ അവർക്ക് അഭിമാനിക്കാവുന്ന വിധത്തിൽ കാഴ്ചവെച്ച, മാതൃക കാണിച്ച അഭിമന്യ പിതാവ്, ലോകത്തുള്ള സകല ജനങ്ങളുടെയും അഭിമന്യ പിതാവിന്റെ സ്ഥാനത്താണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുള്ളത്. അതുകൊണ്ട് ക്രിസ്ത്യാനികളും ജൂതന്മാരും അതല്ലാത്ത മക്കയിലെ മുശ്രിക്കുകളിൽപ്പെട്ട ഗ്രൂപ്പുകളടക്കം ഞങ്ങൾ ഇബ്രാഹിമി മില്ലത്തിന്റെ ആളുകളാണ്, ഞങ്ങൾ ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ അനുയായികളാണ് എന്ന അവകാശവാദം ഉന്നയിച്ചിരുന്നു. എല്ലാവർക്കും പ്രിയങ്കരനായ, എല്ലാവർക്കും വളരെ അഭിമാനപൂർവം തങ്ങളുടെ ഒരു അഭിമന്യ പിതാമഹന്റെ സ്ഥാനത്ത് സങ്കല്പിക്കാൻ താല്പര്യമുള്ള, ഇഷ്ടമുള്ള ചരിത്രത്തിലെ ഒരു മഹത്തായ കഥാപാത്രമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ ജീവിതത്തെ വ്യതിരിക്തമാക്കുന്നത് ജീവിതത്തിൽ അദ്ദേഹം അഭിമുഖീകരിച്ച പരീക്ഷണങ്ങളാണ്. ആ പരീക്ഷണ ഘട്ടങ്ങളെ എങ്ങനെയാണ് അദ്ദേഹം അഭിമുഖീകരിച്ചത് എന്ന കാര്യമാണ്. ജീവിതത്തിൽ അങ്ങനെ പരീക്ഷണങ്ങൾ ഉണ്ടാകും എന്ന് മാത്രമല്ല, ജീവിതം തന്നെ പരീക്ഷണമാണ്. എന്തിനാണ് ഈ ജീവിതം എന്നതിന്റെ മറുപടി ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ്, എപ്രകാരമാണ് ഏറ്റവും മികച്ച, ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്യുന്നത് എന്നാണ് അള്ളാഹു പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സൽക്കർമ്മങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. ഫഅമ്മാ മൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഐശത്തിർ റാദിയ. വിചാരണയുടെ വേളയിൽ ഈ ഭൂമിയിലെ ജീവിതത്തിൽ നിന്ന് പറിച്ചറിയപ്പെട്ട് നമുക്ക് ശാശ്വതമായി അനുഭവിക്കേണ്ടുന്ന പാരത്രിക ജീവിതത്തിലേക്ക് എത്തുമ്പോൾ അവിടെയുള്ള ജീവിതത്തിന്റെ സ്റ്റാറ്റസ് എന്താണ് എന്ന് നിർണയിക്കുമ്പോൾ അതിന്റെ മുന്നോടിയായുള്ള ഒരു വിചാരണയുണ്ട്. ആ വിചാരണയിൽ നമ്മൾ ചെയ്തിട്ടുള്ള നന്മതിന്മകൾ തൂക്കപ്പെടും. അങ്ങനെ തൂക്കപ്പെടുമ്പോൾ സൽക്കർമ്മങ്ങൾ ആരുടേതാണ് കനം തൂങ്ങുന്നത് എങ്കിൽ അവർ വളരെ സംതൃപ്തികരമായ ഒരു ജീവിതത്തിലാണ് ഉണ്ടാവുക. ഫഹുവ ഫീ ഐശത്തിർ റാദിയ. അവന് സ്വയം വളരെ സംതൃപ്തി തോന്നുന്ന, വളരെ സന്തോഷം തോന്നുന്ന, പരാതികളില്ലാത്ത ഒരു ജീവിതം അവനുണ്ടാകും എന്നതാണ്. അതേസമയത്ത് സൽക്കർമ്മങ്ങൾ കനം കുറഞ്ഞു പോയാൽ വഅമ്മാ മൻ ഖഫ്ഫത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ വമാ അദ്റാക മാ ഹിയ നാറുൻ ഹാമിയ. സൽക്കർമ്മങ്ങളെങ്ങാനും കനം കുറഞ്ഞു പോയാൽ പിന്നെ നരകജീവിതമാണ്, നരകതുല്യ ജീവിതം എന്നല്ല, നരകജീവിതമാണ് പിന്നീടുള്ളത് എന്നതാണ് നമ്മുടെ ജീവിതത്തിന് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് സൽക്കർമ്മങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. തുടക്കത്തിൽ ഞാൻ ഓതിവെച്ച സൂറത്തുൻ നഹ്ലിലെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, മൻ അമില സ്വാലിഹൻ, ആര് സൽക്കർമ്മം അനുഷ്ഠിച്ചാലും, മിൻ ദക്കരിൻ ഔ ഉൻസ, ആണാവട്ടെ പെണ്ണാവട്ടെ, ആ വ്യത്യാസമൊന്നുമില്ല, ആണായാലും പെണ്ണായാലും, വഹുവ മുഅ്മിനുൻ, വിശ്വാസിയായിക്കൊണ്ട് ആര് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചാലും, ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബതൻ, അവനെ നാം വളരെ മികച്ച, വളരെ നല്ല ഒരു ജീവിതം അവനെ നാം ജീവിപ്പിക്കും. മുഫസ്സിറുകൾക്ക് അഭിപ്രായാന്തരങ്ങളില്ല.
എന്നല്ല മഹാഭൂരിഭാഗം മുഫസ്സിറുകളുടെയും അഭിപ്രായം. ഈ നല്ല ജീവിതം സൽക്കർമ്മങ്ങളുടെ ഫലമായി ഈ നല്ല ജീവിതം ഒരു മനുഷ്യന് നൽകപ്പെടുക ഈ ദുനിയാവിലാണ് എന്ന് പറഞ്ഞാൽ, ഈ ദുനിയാവിൽ തന്നെയും നമുക്കൊരു അടിപൊളി ജീവിതം, നമുക്കൊരു സന്തോഷകരമായ ജീവിതം, വിജയകരമായ ഒരു ജീവിതം, ഹയാത്തുൻ ത്വയ്യിബ, നല്ല ഒരു ജീവിതം, ഇത് ലഭിക്കാനുള്ള മാർഗം സൽക്കർമ്മങ്ങളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. ദുനിയാവിലെ ഈ നല്ല ജീവിതത്തിന് ശേഷം പിന്നീട് വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, പരലോകത്തുള്ള പ്രതിഫലം അത് വേറെയാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ചെയ്തിട്ടുള്ള ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ദ ബെസ്റ്റ്, ഏറ്റവും മികച്ച, ഏറ്റവും നല്ല അമലിന്റെ റേറ്റിൽ നിങ്ങളുടെ സൽക്കർമ്മങ്ങൾക്ക് അല്ലാഹു വിലയിടും. നമ്മൾ സാധാരണ നമ്മുടെ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ വിൽക്കാൻ ശ്രമിച്ചാൽ ഓരോന്നും വേർതിരിച്ച് ബെസ്റ്റ് ക്വാളിറ്റിക്ക് അതിന്റെ വിലയും, അതേസമയത്ത് ആവറേജ് ക്വാളിറ്റിക്ക് അതിന്റെ വിലയും, ബാഡ് ക്വാളിറ്റിക്ക് അതിന്റെ വിലയുമാണ് കിട്ടുക. ഒന്നിച്ചു തൂക്കിയിട്ട് എല്ലാറ്റിനും ബെസ്റ്റ് ക്വാളിറ്റിയുടെ വില കിട്ടണമെന്ന് വിചാരിച്ചാൽ നടക്കുകയില്ല. നേരെ തിരിച്ചു വേണമെങ്കിൽ കടക്കാരൻ സമ്മതിക്കും. തിരയാതെ എല്ലാം ഒരുമിച്ച് കൂട്ടി ലോ ക്വാളിറ്റി റേറ്റിൽ നമ്മളിൽ നിന്ന് സാധനം വാങ്ങും. പക്ഷേ അള്ളാഹുവിന്റെ ഇടപാട് നേരെ തിരിച്ചാണ്. നമ്മൾ മൊത്തം ജീവിതത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഏറ്റവും മികച്ച അമൽ അതിനെ എടുക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല, അതിന്റെ കൂലി നിശ്ചയിക്കും. ആ റേറ്റിൽ നമ്മൾ ചെയ്ത എല്ലാ അമലുകൾക്കും എല്ലാ സൽക്കർമ്മങ്ങൾക്കും അള്ളാഹു പ്രതിഫലം തരുമെന്നാണ് പറയുന്നത്. അപ്പൊ പരലോകത്ത് അതുണ്ട്. പരലോകത്ത് ആ പ്രതിഫലങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് മുമ്പ് ദുനിയാവിൽ നമുക്ക് നല്ല ഒരു ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല സൽക്കർമ്മങ്ങളിലൂടെ ഓഫർ ചെയ്യുന്നു. പക്ഷേ മനുഷ്യപ്രകൃതം എന്ന് പറയുന്നത് സ്ഥായിയായി സൽക്കർമ്മങ്ങളിൽ മുഴുകുക എന്ന് പറയുന്നത് അസാധ്യമാണ്. നമ്മുടെ ദൗർബല്യങ്ങൾ, നമ്മുടെ പ്രകൃതങ്ങൾ, ഇതൊക്കെ വെച്ചിട്ട് ഒരേ റേഞ്ചിൽ എല്ലാ സമയത്തും സൽക്കർമ്മങ്ങളുടെ തോത് നിലനിർത്തുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അതുകൊണ്ട് പലപ്പോഴും നമുക്ക് സൽക്കർമ്മങ്ങളുടെ തോത് കുറഞ്ഞു പോകുന്നു. പല ദിവസങ്ങളിലും പല മാസങ്ങളിലും നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചു നോക്കിയാൽ, കഴിഞ്ഞ റമദാനിന് ശേഷം സ്ഥിരമായി ഖുർആൻ പാരായണം ചെയ്യാൻ എനിക്ക് സാധ്യമായിട്ടുണ്ടോ? കഴിഞ്ഞ റമദാനിന് ശേഷം ഒരു തവണ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് പൂർത്തീകരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞ റമദാനിന് ശേഷം വേണ്ട അളവിൽ സുന്നത്ത് നോമ്പുകൾ എടുക്കാൻ, സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ ആത്മപരിശോധന നടത്തിയാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം നമ്മെ നിരാശപ്പെടുത്തുന്നതായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും. അതിനെ ഇടക്കിടക്ക് ഒരു വിശ്വാസി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ശ്രദ്ധിച്ച് കുറവുകൾ വരുന്നു എന്ന് തോന്നുമ്പോൾ അതിനെ നികത്തണം. അതുകൊണ്ടും നികത്തപ്പെടാത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില സീസണുകൾ പ്രഖ്യാപിച്ച് വമ്പൻ ഓഫറുകൾ ഒന്നിച്ചു തരുന്നു. ഒരു 10 ദിവസത്തെ ക്യാമ്പയിൻ അല്ലെങ്കിൽ ഒരു 10 ദിവസത്തെ ഓഫർ പീരിയഡ് അത് അല്ലാഹു പ്രഖ്യാപിക്കുന്നു. ദുൽഹജ്ജ് 1 മുതൽ ദുൽഹജ്ജ് 10 വരെ അല്ലെങ്കിൽ ദുൽഹജ്ജ് 13 വരെ ഒക്കെ നീണ്ടു നിൽക്കുന്ന വിധത്തിൽ ഈ 10 ദിവസങ്ങളിൽ സൽക്കർമ്മങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പ്രതിഫലം അല്ലാഹു തരുന്നു. ഇതാണ് ഈ ദിവസങ്ങളുടെ പ്രത്യേകത. അതുകൊണ്ട് അമലുസ്വാലിഹുകളിൽ, സൽക്കർമ്മങ്ങളിൽ പ്രത്യേക ശ്രദ്ധ കൊടുക്കുന്ന ഇനി ചുരുങ്ങിയ ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിൽ ബാക്കിയുള്ളത്. ഇന്ന് കഴിഞ്ഞാൽ നാളെ ദുൽഹജ്ജ് 8 മറ്റന്നാൾ ദുൽഹജ്ജ് 9 അറഫാ ദിനമാണ്. അതിനുശേഷം ദുൽഹജ്ജ് 10. ഈ ദിവസങ്ങളിൽ ചെയ്യാൻ സാധിക്കുന്ന പരമാവധി സൽക്കർമ്മങ്ങളിൽ മുഴുകുക. എല്ലാം മാറ്റിവെക്കാൻ പറ്റുന്നതെല്ലാം മാറ്റിവെച്ച് സൽക്കർമ്മങ്ങൾക്ക് സമയം കണ്ടെത്തുക, അതിൽ പ്രത്യേകമായി ശ്രദ്ധ ചെലുത്തുക. ഈ ദിവസത്തിൽ നിർവഹിക്കാൻ കഴിയുന്ന ഓരോ സൽക്കർമ്മത്തിന്റെയും പ്രതിഫലം അത് അതിമഹത്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സൽക്കർമ്മങ്ങളിൽ മുഴുകുക. അങ്ങനെ സൽക്കർമ്മങ്ങളിൽ മുഴുകുമ്പോൾ ആ സൽക്കർമ്മങ്ങളുടെ ഫലമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ തൃപ്തിപ്പെടുകയും നമുക്കൊരു നല്ല ജീവിതം ദുനിയാവിൽ തരാൻ, ഹയാത്തൻ ത്വയ്യിബതൻ, ഒരു നല്ല ജീവിതം നമുക്ക് തരാൻ തീരുമാനിക്കുകയും ചെയ്യും. ആ നല്ല ജീവിതത്തിന്റെ ആഘോഷപൂർവമായ തുടക്കമാണ് പെരുന്നാൾ എന്ന് പറയുന്നത്.
സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചവർക്ക് മാത്രമേ അതുകൊണ്ട് പെരുന്നാളിന്റെ അനുഭൂതി ആ നിലക്ക് ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ എന്നതുകൂടിയാണ് യാഥാർത്ഥ്യം. പെരുന്നാളിനെ അങ്ങനെ ആഘോഷിക്കാനുള്ള അർഹതയുണ്ടാകുന്നതും ഈ സൽക്കർമ്മങ്ങളിലൂടെ ദുൽഹജ്ജ് 1 തുടങ്ങി ഇങ്ങനെ മുറുകി വന്ന് ദുൽഹജ്ജ് 10 എത്തുമ്പോൾ അതിന്റെ പീക്കിൽ, അതിന്റെ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ എത്തിച്ചേരുന്ന സൽക്കർമ്മങ്ങളിലൂടെ ഒരു മനുഷ്യനെത്തിച്ചേരുന്ന ആത്മീയമായ അനുഭൂതിയുടെ, അതുവഴി ഉണ്ടാകുന്ന സന്തോഷത്തിന്റെ, അതുവഴി ഉണ്ടാകുന്ന തക്ബീർ ധ്വനികളുടെ ഒക്കെ കൂടിച്ചേരലാണ്, സംഗമമാണ് ബലിപെരുന്നാൾ എന്ന് പറയുന്നത്. അപ്പൊ ആ പെരുന്നാളിനെ ദീൻ നിശ്ചയിച്ചതുപോലെ, റസൂല് മാതൃക കാണിച്ചതുപോലെ, സഹാബികൾ മാതൃക കാണിച്ചതുപോലെ വഴിയോരങ്ങളിൽ ഈദാശംസകൾ നേർന്ന് കാണുന്നവരോടൊക്കെയും ഈ സൽക്കർമ്മങ്ങൾ ഇങ്ങനെ അനുഷ്ഠിച്ചു പോകുന്നതിന്റെ ഒടുവിലെത്തുന്ന ഒരു പെരുന്നാളിൽ തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹൽ അഅ്മാൽ, നമ്മൾ ഇത്രയും ദിവസങ്ങളിൽ അള്ളാഹുവിന് ഇഷ്ടകരമാകണമെന്ന് കരുതി ചെയ്തിട്ടുള്ള എല്ലാ തരത്തിലുള്ള അമലുകളും സൽക്കർമ്മങ്ങളും അള്ളാഹു നിങ്ങളിൽ നിന്നും ഞങ്ങളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥന അങ്ങോട്ടും ഇങ്ങോട്ടും ആശംസകളായി കൈമാറുന്ന സഹാബിമാർ, ഇങ്ങനെ മദീനയിൽ നിറഞ്ഞു നിൽക്കുന്ന പെരുന്നാൾ ആഘോഷം, അതാണ് ഇസ്ലാമിക ചരിത്രത്തിലെ പെരുന്നാൾ എന്ന് പറയുന്നത്. ആ നിലക്ക് അവശേഷിക്കുന്ന ദുൽഹജ്ജിലെ ദിവസങ്ങളിൽ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാനും ആ സൽക്കർമ്മങ്ങളുടെ നിറവിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കബൂലിനു വേണ്ടി ആശംസിച്ച് തക്ബീർ ധ്വനികൾ ഉയർത്തി ഒരു പെരുന്നാളിനെ ഈ സന്ദർഭത്തിൽ ആഘോഷിക്കാൻ നമുക്ക് സാധ്യമാകണം. അല്ലാഹു നമുക്കതിന് ഉദവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على محمد وعلى آله وصحبه أجمعين. عباد الله أوصيكم وإياي ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പരമാവധി പാലിച്ച് തഖ്വയോടെ ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. സൽക്കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ ധാരാളക്കണക്കായ സൽക്കർമ്മങ്ങളുണ്ട്. ആ സൽക്കർമ്മങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് പ്രാർത്ഥനകളാണ്. അദ്ദുആഉ ഹുവൽ ഇബാദ. യഥാർത്ഥത്തിൽ എല്ലാ ആരാധനകളുടെയും മർമ്മം, അതിന്റെ റൂഹ് എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനാ നിർഭരമായ ഒരു മനസ്സാണ് ഇബാദത്തുകൾ നിർവഹിക്കുമ്പോൾ വിശ്വാസികൾക്കുണ്ടാകേണ്ടത്. അതുകൊണ്ട് പ്രാർത്ഥന വളരെ പ്രധാനമാണ്. ഈ സവിശേഷമായ ദിനങ്ങളിൽ നമ്മൾ ഹജ്ജിന് പോയവരോട് പ്രാർത്ഥനയ്ക്ക് വസിയ്യത്ത് ചെയ്തിട്ടുള്ളതാണ്. അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാകും. ഇനിയും വളരെ പുണ്യകരമായ സ്ഥലങ്ങളിലേക്ക് ഹജ്ജിന്റെ കർമ്മങ്ങളുടെ ഭാഗമായി അവരെത്തിച്ചേരുമ്പോൾ, അറഫയിലൊക്കെ എത്തിച്ചേരുന്ന സന്ദർഭങ്ങളിൽ നമ്മുടെ വസിയ്യത്ത് സ്വീകരിച്ച് അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുകയും ചെയ്യുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്, നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തിരിച്ച് അവരോട് നമുക്കുള്ള ബാധ്യത അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ എന്നത് പ്രധാനമാണ്. കടുത്ത ചൂടിലാണ് ഈ പ്രാവശ്യം ഹജ്ജ് സംഭവിക്കുന്നത്. അതിന്റെ പ്രയാസങ്ങൾ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ നിന്ന്, നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഉറ്റവരും ഉടയവരുമായി, നമ്മുടെ സുഹൃത്തുക്കളായി, നാട്ടുകാരായി ഹജ്ജിന് പോയ ആളുകൾക്ക് വളരെ സൗകര്യപ്രദമായി ഹജ്ജ് കർമ്മം പരിപൂർണ പ്രതിഫലാർഹമായ സ്വഭാവത്തിൽ നിർവഹിക്കാനുള്ള തൗഫീഖിന് വേണ്ടി ഈ സന്ദർഭത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്. അതുകൂടാതെ ജീവിതവുമായി ബന്ധപ്പെട്ട ധാരാളം ആവശ്യങ്ങൾ മുൻനിർത്തി പ്രാർത്ഥനകൾ ഉണ്ടാകേണ്ട സമയമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ രാജ്യത്തിന്റെ കാര്യങ്ങൾ, ഫലസ്തീനിലുള്ള, ഗസയിലുള്ള നമ്മുടെ സഹോദരങ്ങളുടെ വിജയത്തിന് വേണ്ടിയുള്ള, ആശ്വാസത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, ഇതൊക്കെ ഈ സന്ദർഭത്തിൽ ഒരു സൽക്കർമ്മമായി അനുഷ്ഠിക്കാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ ധാരാളമാണ്. നമുക്കറിയാവുന്നവർ, നമുക്ക് വളരെ പ്രിയപ്പെട്ടവർ
നമ്മെ നയിക്കുന്നവർ ഇങ്ങനെയൊക്കെയായി കുറെ ആളുകൾ അസുഖം ബാധിച്ച് കിടപ്പിലായവർ, അതിന്റെ പ്രയാസങ്ങൾ നേരിടുന്നവർ ഉണ്ട്. അവരെയൊക്കെയും നമ്മൾ പ്രാർത്ഥനകളിൽ ഓർക്കണം. അവരുടെ രോഗശമനത്തിന് വേണ്ടി, അവരുടെ ആഫിയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അൽജാമിയയിൽ മുൻപ് ജീവനക്കാരനായിരുന്ന ഒരു സഹോദരന്റെ ഭാര്യ ഗുരുതരമായ അസുഖം ബാധിച്ച് കിടപ്പിലാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രത്യേകം വസിയ്യത്ത് ചെയ്തിരിക്കുന്നു. അള്ളാഹു അവരുടെ രോഗം ശിഫിയാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുണ്ട്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം യാദൃശ്ചികമായി ഒരപകടത്തെ തുടർന്ന് മരണപ്പെട്ട കൂരിയാട്ട് വെട്ടാമ്പറമ്പിൽ പുത്തൻപുരക്കൽ സൂഫി സാഹിബിന്റെ മകൻ സലാം സാഹിബ് ഈ മഹലിൽ വളരെ സുപരിചിതനായ വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ ആകസ്മികമായ മരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അദ്ദേഹത്തിന്റെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. പാപങ്ങൾ പുറത്തു കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ വേർപാടിൽ വ്യസനിക്കുന്ന കുടുംബ ബന്ധുക്കൾക്ക്, സുഹൃത്തുക്കൾക്ക് അല്ലാഹു സബറും ആശ്വാസവും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരെയും നമ്മെയും പ്രത്യേകം അനുഗ്രഹിക്കുകയും അല്ലാഹുവിന്റെ സ്വർഗം നേടിയെടുക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് തുണക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് തയ്യിബ് സറാഹും വജഅലിൽ ജന്നത മഅവാന വമഅവാഹും اللهم أجرنا من النار اللهم أجرنا ووالدينا من النار ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اغفر لنا ولآبائنا ولأمهاتنا رب ارحمهم كما ربونا صغارا ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم ارحم موتانا وموتى المسلمين واشف مرضانا ومرضى المسلمين اللهم انصر الإسلام والمسلمين في كل مكان في العالم يا رب العالمين اللهم انصر إخواننا المجاهدين في غزة اللهم انصرهم على عدوهم اللهم انصرهم على أعدائهم أجمعين اللهم انصرهم نصرا عزيزا وافتح لهم فتحا مبينا اللهم إنا نجعل أعداءهم في نحورهم اللهم اجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فاجعلهم كعصف مأكول اللهم أنزل عليهم بأسك الذي لا يرد عن القوم المجرمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا توفنا مسلمين وألحقنا بالصالحين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم فاغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن محمد